ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ബേബി ബ്ലാങ്കറ്റാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ പാറ്റേൺ ആണ് ഇന്ന് ചെയ്യുന്നത്. ഈ ത്രെഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ആക്രിലിക് നൈലോൺ ത്രെഡാണ്. ഇത് സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ഉള്ളതാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഫസ്റ്റ് നമ്മളൊരു നോട്ട് ഇടുക. അതിന് ശേഷം ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾക്ക് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ ഞാൻ 40 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തത്, 40. ശേഷം നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത് കൊണ്ട് ഹൂക്കിൽ നൂല് ചുറ്റാതെ തന്നെ നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റിച്ചിലാണ്. ഇനി ഓരോ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. എല്ലാ സ്റ്റിച്ചിലും നമ്മൾ 1 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. ഇപ്പം ഞാനൊരു ചെറിയ അളവിൽ ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് വലിയ അളവിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനാകുമ്പോൾ വലിയ അളവിൽ ചെയ്തെങ്കിലേ ഒക്കൂ. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. ഇപ്പം ഞാൻ 40 ആണ് എടുത്തിരിക്കുന്നത്, 40. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ സ്റ്റിച്ചിലും ചെയ്തു. ഇനി നമ്മൾക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് കൊണ്ട് 2 ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് ടേൺ ചെയ്യണം. ഒന്ന് തിരിച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിലാണ്, സെക്കൻഡ് സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്യുന്നത്. സൈഡിലായതുകൊണ്ടാണ്. സെക്കൻഡ് സ്റ്റിച്ചിലാണ് നമ്മൾക്ക് ഓരോ റോയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് സ്റ്റിച്ചിലാണ്. ഇപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ആയതുകൊണ്ട് ഹൂക്കിൽ ഒരു തവണ നൂല് ചുറ്റിയതിന് ശേഷമാണ് ഈ 3 ലൂപ്പിൽ കൂടി ഒറ്റത്തവണ നൂലിനെ കൊണ്ടുവരണം. ഈ 3 ലൂപ്പിൽ കൂടി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫസ്റ്റ് 2 കൂടി കൊണ്ടുവന്നതിന് ശേഷം ലാസ്റ്റ് ലൂപ്പിൽ കൂടി വെളിയിൽ കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ സെയിം സ്റ്റിച്ചിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്യണം. ഇനിയും 1 ചെയിൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം തേർഡ് സ്റ്റിച്ചിലാണ് 1 സ്കിപ്പ്. നെക്സ്റ്റ് സ്റ്റിച്ച് ഒന്നിടവിട്ടുള്ള സ്റ്റിച്ചുകളിലാണ് നമ്മൾക്ക് ഇത് ചെയ്യേണ്ടുന്നത്. സെയിം സ്റ്റിച്ചിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യേണ്ടുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിടവിട്ടുള്ള സ്റ്റിച്ചുകളിലെല്ലാം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് ഈ റോ കംപ്ലീറ്റ് ചെയ്യണം. ഒന്നിടവിട്ടുള്ള സ്റ്റിച്ചുകളിൽ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യയുടെ റോയാണ് ഇപ്പോൾ ചെയ്ത് കംപ്ലീറ്റ് ആവുന്നത്. ഇനി ഒരു സ്റ്റിച്ച് കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ 2 എണ്ണത്തിൽ കൂടെ കൊണ്ടുവന്നിട്ട് 2 ലൂപ്പിൽ കൂടി എടുത്തിട്ട് പിന്നെ 1 ലൂപ്പിൽ കൂടി നൂലിനെ കൊണ്ടുവന്നാലും മതി. ഇപ്പോൾ നമ്മൾ സെയിം സ്റ്റിച്ചിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്ത ഫസ്റ്റ് ചെയിന് 2 ചെയിൻ അങ്ങനെ ഓരോ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങുന്ന അതിൻ്റെ സെൻറ്ററിൽ ഹൂക്ക് കടത്തിയിട്ട് അവിടെ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതി. സൈഡിൽ 1 ചെയ്താൽ മതി. ശേഷം 1 ചെയിൻ സ്റ്റിച്ച് കൊടുത്താൽ മതി. നെക്സ്റ്റ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത് കൊണ്ട്
1 സ്റ്റിച്ച് കൊടുത്തിട്ട് അതിനെ ടേൺ ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹൂക്കിൽ നൂല് ചുറ്റാതെ തന്നെ ഡയറക്റ്റ് അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ സ്റ്റിച്ചിലും നമ്മൾ 1 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് ഈ റോ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സിംഗിൾ ക്രോഷ്യയുടെ റോയാണ്. എല്ലാ സ്റ്റിച്ചിലും നമ്മൾ 1 വീതം ചെയ്യണം. അപ്പോൾ ലാസ്റ്റിലും അതുപോലെ 2 ചെയിൻ സ്റ്റിച്ചിട്ട് നമ്മൾ ചെയ്തതിൻ്റെയാണ്. സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ സെൻറ്ററിൽ കൂടി ഹൂക്ക് കടത്തിയിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൂടി ചെയ്യണം. ഇനി നമ്മൾക്ക് 2 സ്റ്റിച്ച് ചെയ്യണം. 2 ചെയിൻ സ്റ്റിച്ചാണ് ഇനി ചെയ്യേണ്ടുന്നത്. നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് കൊണ്ട് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ചെയ്തിട്ടാണ് ഇനി അതിനെ തിരിച്ചിട്ട് അടുത്ത ബാക്ക് സൈഡിലാണ് ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതുകൊണ്ട് ഹൂക്കിൽ ഒരു തവണ നൂല് ചുറ്റിയതിന് ശേഷം സെക്കൻഡ് സ്റ്റിച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്. സെയിം സ്റ്റിച്ചിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. സെയിം ഈ മെത്തേഡ് തന്നെ നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി. എത്ര വലിയ അളവിൽ നമ്മൾക്ക് ചെയ്യാം. 1 ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരേ സ്റ്റിച്ചിൽ തന്നെ 2 തവണ നമ്മൾക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ റൗണ്ട് ഒക്കെ ചെയ്ത പോലെ തന്നെയാണ്. ഇത് പല കളർ നൂല് ചേർന്നതായതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ വരുന്നത്. ഇനിയിപ്പോൾ ഈ റൗണ്ട് നമ്മൾ ഫുള്ള് എല്ലാ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത റൗണ്ട് നമ്മൾക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്. നമ്മൾക്ക് സൈഡിൽ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന ചെയിൻ സ്റ്റിച്ചിൻ്റെ വിടവിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി ചെയ്യണം. 1 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. ശേഷം നമുക്ക് സിംഗിൾ ക്രോഷ്യ റൗണ്ടാണ്. അതുകൊണ്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്താൽ മതി. എന്നിട്ട് അതിനെ തിരിച്ച് അടുത്ത ബാക്ക് സൈഡിലെ സ്റ്റിച്ചിലാണ് ഇനി ചെയ്യുന്നത്. ഇനി നമ്മൾ എല്ലാ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യണം. സെക്കൻഡ് സ്റ്റിച്ചിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾക്ക് ഇതേപോലെ തന്നെ ഒരു റൗണ്ട് ഇപ്പം ഒരു റോ നമ്മൾക്ക് സിംഗിൾ ക്രോഷ്യ ആണെങ്കിൽ നെക്സ്റ്റ് റോ നമ്മൾക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്. ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. നമ്മൾ 1 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. അതുകൊണ്ടാണ് 1 ചെയിൻ സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഹൂക്കിൽ നൂല് ചുറ്റാതെ തന്നെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടുന്നത്. സെക്കൻഡ് സ്റ്റിച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ സ്റ്റിച്ചിലും 1 ചെയ്യണം. ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം.
ഇപ്പോൾ ഞാൻ ഇത്രയേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയ അളവിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ബോർഡർ ചെയ്യാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഒരു ഗ്രീൻ കളർ നൂലിൽ ഒരു റൗണ്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുകയാണ്. ഇപ്പോൾ കോർണറിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് അങ്ങനെ കാണാൻ പറ്റത്തില്ല, നമ്മൾ ആ സൈഡിലാണ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സൈഡിലായതുകൊണ്ട് നമ്മൾക്ക് സ്റ്റിച്ച് അങ്ങനെ ക്ലിയറായിട്ട് വരുന്നില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സൈഡാണിത്. ഇപ്പോൾ ഓരോ സ്റ്റിച്ചിലും നമ്മൾ വൺ സിംഗിൾ ക്രോഷ്യയാണ് എല്ലാ സ്റ്റിച്ചിലും ചെയ്യുന്നത്. അങ്ങനെ 4 സൈഡും ചെയ്യണം. കോർണറിൽ വരുമ്പോൾ മാത്രം ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കണം 4 കോർണറിലും. അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ബോർഡർ കൊടുക്കാതെയും നല്ല ഭംഗിയാണ്. അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ വലിപ്പത്തിൽ ചെയ്യാൻ ചെയിൻ സ്റ്റിച്ച് കൂടുതൽ ഇട്ടാൽ മതി. ഇപ്പോൾ ഞാൻ 40 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഇരട്ടിയാവുമ്പോൾ ഇതൊരു 10 ഇഞ്ച് വരും. അപ്പോൾ അതിൻ്റെ ഇരട്ടിയാവുകയാണെങ്കിൽ 80 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 ഇഞ്ചിൻ്റെ കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഈ നൂല് നമ്മൾക്ക് സൈഡിൽ വരുന്ന നൂല് അതാത് കളറിലെ ഉള്ളിലോട്ട് ഏത് സൈഡിലായാലും കുഴപ്പമില്ല, അതാത് കളർ നൂലിൻ്റെ ഉള്ളിൽ കൂടി കുറച്ച് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്താൽ മതി. അറിയത്തില്ല. എല്ലാ നൂലും അങ്ങനെ ബാലൻസ് നൂല് അങ്ങനെ അതാത് കളറിൻ്റെ ഉള്ളിൽ കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയണം. കുറച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അത് നമ്മൾക്ക് ആ വൈറ്റ് കളറിൻ്റെ സെൻറ്ററിലോട്ട് പോയി വയ്ക്കാം. 4 കോർണറിൽ ഞാൻ ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് ബാക്കിയെല്ലാം 1 ആണ്. അപ്പോൾ 2 സൈഡ് നമ്മൾക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ വലിയ അളവിൽ ചെയ്താൽ മതി. നല്ല സോഫ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 10 ഇഞ്ചാണ് എനിക്കുള്ളത്. ഞാൻ 40 ചെയിൻ സ്റ്റിച്ചാണ് എടുത്തത്. നിങ്ങൾക്ക് വലിയ അളവിൽ ചെയിൻ സ്റ്റിച്ച് എടുത്താൽ മതി. 80-85 ഒക്കെ എടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. എല്ലാ സ്റ്റിച്ചസിലും 1 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്.